ബിബിങ്ങളെ കുറച്ച് കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് തലമറക്കട്ടെ. തലമറക്കണല്ലേ വലിയ വിഷയം. ഹിജാബ് വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഒരു കുട്ടി മാന്യമായിട്ട് വസ്ത്രം ധരിച്ചു വന്നതിന്റെ പേരിൽ പഠനം നിഷേധിക്കുകയാണ്. വേറെ എവിടെയല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ. ഏതായാലും തങ്ങളുടെ സ്കൂളിന് ചില നിയമങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ചില മാധ്യമ പത്രസമ്മേളനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണല്ലേ. അത്രത്തോളം അപഹാസ്യമായിരുന്നു. തങ്ങളുടെ കയ്യിൽ കടിച്ചാൽ പൊട്ടാത്ത ചില സംഗതി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തരം 2ാം ക്ലാസ് ഇംഗ്ലീഷ് നോക്കി വായിച്ചത് മാത്രമല്ല, അവർ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഞങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. അതായത് ഈ ഒരു കുട്ടി തലമറച്ച് മാന്യമായി വസ്ത്രം ധരിച്ചു വരുന്നത് കൊണ്ട് മറ്റു കുട്ടികളിൽ ഭയം സൃഷ്ടിക്കുന്നു എന്നുള്ളത് അത് ഒരിക്കലും നിഷ്കളങ്കമായിട്ടുള്ള വാക്കുകളല്ല. അത് വർഗീയത ഉള്ളിൽ കടഞ്ഞിങ്ങനെ നിറഞ്ഞിട്ട് അത് തുപ്പിയതാണ് എന്ന് നിങ്ങൾ സ്നേഹത്തോടെ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ. ഏതായാലും ആ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്, അപ്പുറത്ത് നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ, നിങ്ങളുടെ മക്കളൊക്കെ അഡ്മിഷൻ അങ്ങോട്ട് മാറ്റിയാൽ ഭാവിയിൽ ഇതുപോലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് മറ്റൊരാളുടെ വേദനയിൽ ചിരി കൊണ്ട് കൊലച്ചിരി ചിരിച്ചിട്ട് തങ്ങളെന്തോ വിജയം നേടിയിരിക്കുന്നു എന്നൊരു ഭാവത്തിൽ പ്രത്യക്ഷപ്പെടാതെ നിങ്ങളുടെ മകൾ നിങ്ങളുടെ മകനായി തീരണമെങ്കിൽ നിങ്ങൾ മറ്റു സ്കൂളിലേക്ക് നിങ്ങളുടെ മക്കളെ മാറ്റുന്നതായിരിക്കും ആ കുട്ടികളോട് ഈ കാലത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹവും കരുണയും നിങ്ങൾ ആ കുട്ടികൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മതം. അങ്ങനെ ബഹുസ്വരതയും നാനാത്വ ഏകത്വവും മതേതരത്തെ ഇന്ത്യയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന മക്കളായിട്ട് നിങ്ങളുടെ മക്കൾ വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുന്നത് ഏറ്റവും അഭികാമ്യമായിരിക്കും. അതല്ല എങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ചില ആളുകളായിട്ട് നിങ്ങളുടെ മക്കൾ നാളെ മാറുമെന്നതിൽ യാതൊരു ഡൗട്ടും. അത് തന്നെയാണ് ഹിജാബ് വിഷയത്തിൽ പറയാനുള്ള നിലപാട്.